എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വൈൻ പ്ലാന്റ്സ്, ഇഴവള്ളികൾ അല്ലെങ്കിൽ വള്ളിച്ചെടികൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഫീസ് പരീക്ഷ, നാഫ് പരീക്ഷ എന്നിവയുടെ മാതൃകയിലുള്ള 2-3 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും കൂടെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നലെ പഠിച്ച കാര്യത്തിനെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇന്നലെ പ്ലാന്റ്സിനെ ഹെർബ്സ്, ശ്രബ്സ്, ട്രീസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെടികൾ തരംതിരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദെയർ സ്റ്റെം ടൈപ്പ്, സൈസ്, ബ്രാഞ്ചിങ്, ലൈഫ് സ്പാൻ എന്നീ കാര്യങ്ങളെ ആശ്രയിച്ചാണ്. അവയുടെ ജീവിത ദൈർഘ്യം, അതായത് എത്ര നാൾ അത് നിലനിൽക്കും, എത്ര നാൾ ജീവിച്ചിരിക്കും, അവയുടെ ബ്രാഞ്ചിങ് എങ്ങനെയാണ്, അവയുടെ വലിപ്പം എങ്ങനെയാണ്, തണ്ട് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ നോക്കിയാണ് അത് ഹെർബാണോ, ശ്രബാണോ, ട്രീ ആണോ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞു, പപ്പായയും പ്ലാന്റെയിൻ, വാഴയും ഹെർബ്സിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഒന്ന് നോക്കുക, അതിന്റെ വലിപ്പം വളരെ വലുതാണ്, പക്ഷെ അതിനെ ഹെർബ്സിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. കാരണം അതിന്റെ സ്റ്റെം ടൈപ്പ്, ബ്രാഞ്ചിങ്, ലൈഫ് സ്പാൻ എന്നിവ എന്താണ്, ഹെർബ്സിൻ്റെത് പോലെയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആലോചിക്കുക. ഒരു കാര്യം മാത്രമല്ല നമ്മൾ നോക്കുന്നത്, പൊതുവെ ഈ 4 കാര്യങ്ങൾ നോക്കും. അതിനെ ബേസ് ചെയ്താണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സ്റ്റെം സ്ട്രക്ചർ, തണ്ടിന്റെ ഘടന സോഫ്റ്റ് ആയിരിക്കും ഹെർബ്സിന്. വുഡി ബട്ട് നോട്ട് വെരി തിക്ക് ശ്രബ്സ് ആണെങ്കിൽ ട്രീസിന് തിക്ക് ആണ്. പ്ലാന്റിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത് ഹെർബ്സ് സ്മാൾ ആയിരിക്കാം, ശ്രബ്സ് മീഡിയം ഹൈറ്റും, ട്രീസ് ടാൾ അല്ലെങ്കിൽ ലാർജ് എന്നുള്ള രീതിയിലുമാണ്. ബ്രാഞ്ചിങ് പാറ്റേൺ യൂഷ്വലി നോ സ്ട്രോങ് ബ്രാഞ്ചിങ്, മെനി ബ്രാഞ്ചസ് ഫ്രം ദ ബേസ്. ശ്രബ്സിനാണെങ്കിൽ ബേസിൽ നിന്ന് മെനി ബ്രാഞ്ചസ് ഉണ്ട്. ട്രീസിൽ 1 മെയിൻ ട്രങ്കും അതുമായിട്ടാണ് ബന്ധപ്പെട്ട് ബ്രാഞ്ചസ് ഫ്രം ദ ടോപ്പ്. ലൈഫ് സ്പാൻ, ഹെർബ്സ് ഷോർട്ട് ലിവ്ഡ്, ശ്രബ്സ് എ ഫ്യൂ ഇയേഴ്സ്, ട്രീസ് ലോങ് ലിവ്ഡ്. ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരു ചെടി ഹെർബാണോ, ശ്രബാണോ, ട്രീ ആണോ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ 4 ആശയങ്ങൾ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. വൊക്കാബുലറി ഒന്നുകൂടി ആവർത്തിക്കുന്നു. 6ാം ക്ലാസ്സിൽ 6ാമത്തെ പേജിന്റെ ആയിരുന്നു, പേജ് 12ലുള്ള ഡേ 6ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കാണ് പഠിക്കുന്നത്. വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നുകൂടെ തന്നത്. വൈൻ പ്ലാന്റ്സ്, വള്ളിച്ചെടികൾ, ക്രീപ്പർ, ഇഴവള്ളികൾ, സ്പ്രെഡ്, പടരുക, അപ്വേർഡ്, മേലോട്ട്, സറൗണ്ടിങ്സ്, ചുറ്റുപാട്. ഈ പദങ്ങൾ നമ്മുടെ പുസ്തകത്തിലുണ്ട്, പേജ് 12ലുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഒന്നുകൂടെ ഒന്ന് തന്നേക്കുന്നത്. കാരണം ഒരു റിവിഷൻ പോലെ ഒന്ന് കണക്കാക്കുക. നാളെ നമുക്ക് വൊക്കാബുലറി ഡേ 8 നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ GK ചോദ്യം, ഇത് ശാസ്ത്രമേളയുടെ ചോദ്യവുമായി അനുബന്ധപ്പെട്ട നോട്ടാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാമൻ എഫക്റ്റ്, ഫെബ്രുവരി 28 ശാസ്ത്രദിനം തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ചോദ്യം, രാമൻ എഫക്റ്റ് കണ്ടെത്തിയത് ആരാണ്? രാമൻ, CV രാമനാണ് രാമൻ എഫക്റ്റ് കണ്ടെത്തിയത്. അത് ഏത് വർഷമാണ് എന്ന് കൂടി ഒന്ന് പറഞ്ഞു ചെയ്യുക. 1928 തെറ്റിപ്പോയിരിക്കും എളുപ്പ വഴിയുണ്ട്. കാരണം ശാസ്ത്രദിനം എന്നാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ഫെബ്രുവരി 28 ശാസ്ത്രദിനം ഫെബ്രുവരി 28 28 തന്നെയാണ് ഈ 28, 1928. അങ്ങനെ ആലോചിച്ചേക്കുക. അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് പിന്നെന്ത് ചെയ്യൂല, തെറ്റിപ്പോകില്ല. അപ്പോ നമ്മളെ GK ക്വസ്റ്റ്യനും വൊക്കാബുലറിയും കഴിഞ്ഞ ദിവസങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ വൈൻ പ്ലാന്റ്സിന്റെ പ്രത്യേകതകളാണ് പഠിക്കേണ്ടത്. ഇഴവള്ളികൾ, നിങ്ങളുടെ മുറ്റത്തൊരു കോവലോ ഒരു പയറോ പാവലോ ഒക്കെ ഉണ്ടാകും. അതിനെ മനസ്സിൽ കണക്കാക്കുക. അല്ലെങ്കിൽ ഒരു വെള്ളരി, താഴ്ന്നു പടർന്നു പോകുന്ന വെള്ളരി, അല്ലെങ്കിൽ മത്തങ്ങ, ഇതൊക്കെ ഒന്ന് മനസ്സിൽ ആലോചിക്കുക. ആലോചിച്ചതിന് ശേഷം 4 ചോയ്സുകളുണ്ട്. ഈ ചോയ്സുകൾ അനുയോജ്യമാണോ അല്ലയോ എന്ന് ആലോചിക്കുക. ദേ ഹാവ് വെരി ഹാർഡ് സ്റ്റെം, കട്ടി കൂടിയ സ്റ്റെം ആണ്. അതിൽ നമ്മൾ ശ്രബും പഠിച്ചു, ട്രീയും പഠിച്ചു. ദേ ആർ സ്മാൾ പ്ലാന്റ്സ് വിത്ത് ഡീപ് റൂട്ട്സ്, ചെറിയ ചെടികളാണ്. ഡീപ് റൂട്ട്, ആഴത്തിലുള്ള റൂട്ടുകൾ കാണും. ഡീപ് റൂട്ട് നമ്മൾ പഠിച്ചത് ട്രീക്കാണ്. സ്പ്രെഡ് ഓൺ ദ ഗ്രൗണ്ട് ഓർ ക്ലിങ് പറ്റി പിടിച്ചിരിക്കുക. ടു എ സപ്പോർട്ട് ആൻഡ് സ്പ്രെഡ് അപ്വേർഡ്സ്. ഒന്നുകിൽ ഗ്രൗണ്ടിലൂടെ പടർന്നു പോകും, അതല്ല എങ്കിൽ മരത്തിൽ പടർന്ന് കയറും, അല്ലെങ്കിൽ സപ്പോർട്ടിൽ പടർന്ന് കയറും. അപ്പൊ നമുക്ക് ആദ്യം ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഉത്തരമാണ് റെഡ് കളറിൽ നൽകിയിട്ടുള്ളത്.
രണ്ട് ചോദ്യങ്ങളും കൂടെ ഇതേപോലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്രീപ്പർ? താഴെ പറഞ്ഞാൽ ക്രീപ്പറിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏത്? ഹൗ മെനി ടൈപ്സ് ഓഫ് വൈൻ പ്ലാന്റ്സ് ആർ മെൻഷൻഡ്? നമ്മുടെ പുസ്തകത്തിൽ 2 തരം വൈൻ പ്ലാന്റ്സിനെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മത്തൻ വള്ളി മനസ്സിലാലോചിക്കുക. കാളകിടക്കും കയറോടും ഒന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ മത്തൻ വള്ളി ഇങ്ങനെയാണ് താഴെ കൂടെ അഴഞ്ഞഴഞ്ഞ് പോകുന്നത്. അതേസമയം പയറോ പാവലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വളർത്തുകയാണ്, മുകളിലേക്ക് വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വൈൻ പ്ലാന്റ്സ് 2 തരം ഉള്ളത്. ഒന്ന് നിലത്തൂടെ ഇഴഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തത് എവിടെയെങ്കിലും പറ്റിച്ചേർന്ന് മുകളിലേക്ക് വളരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ 2ആയിട്ട് തിരിക്കുന്നത്. വാട്ട് ഫീച്ചർ അല്ലെങ്കിൽ വിച്ച് ഫീച്ചർ ഈസ് കോമൺ ഇൻ വൈൻ പ്ലാന്റ്സ്? വൈൻ പ്ലാന്റ്സിലെ പ്രധാനപ്പെട്ട ഫീച്ചർ ഏതായിരുന്നു? They cannot stand up alone and spread on the ground. They cannot stand up alone. അവയ്ക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, സ്റ്റാൻഡപ്പ് ചെയ്യാൻ കഴിയില്ല. ഇതിലെങ്കിലും പറ്റിപ്പിടിച്ച് കയറി പോകാനേ പറ്റൂ. ആൻഡ് ദേ സ്പ്രെഡ് ഓൺ ദ ഗ്രൗണ്ട്. അവര് എങ്ങനെയാണ് പടർന്നു പോകുന്നത്? നിലത്തൂടെയാണ് പോകുന്നത്. 2 തരത്തിലുണ്ട്. നിലത്തൂടെ പടർന്നു പോകുന്നവയുണ്ട്, എന്തെങ്കിലും പിടിച്ച് മുകളിലേക്ക് വളർന്നു പോകുന്നതുമായിട്ടുള്ള വള്ളിച്ചെടികൾ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഹൗ മെനി ടൈപ്സ് ഓഫ് ക്രീപ്പേഴ്സ്? വൈൻ പ്ലാന്റ്സ് 2 തരത്തിലാണുള്ളത്. ഗ്രോസ് ഓൺ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ വളരുന്നത്, നിലത്ത് ഇഴഞ്ഞു പോകുന്നത്. ദോസ് ദാറ്റ് ക്ലിങ് പറ്റിപ്പിടിച്ചിരിക്കുക ടു ദ സപ്പോർട്ട് ആൻഡ് സ്പ്രെഡ് അപ്വേർഡ്സ്, എന്തിലെങ്കിലും താങ്ങുകളിൽ പറ്റി മുകളിലേക്ക് വളരുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഗ്രൗണ്ട് ഗ്രോയിങ് ക്രീപ്പേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് നിലത്ത് വളരുന്നതാണ് പംകിൻ, വാട്ടർമെലൺ എന്നിവ എക്സാമ്പിൾ. പിന്നെ ക്ലൈംബിംഗ് ക്രീപ്പേഴ്സ് കയറി വളരുന്നതാണെങ്കിൽ ബിറ്റർ ഗോഡ്, സ്നേക് ഗോഡ്, ഐവി ഗോഡ്, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയ വരുന്നു. ഈ പേരുകളൊക്കെ ഒന്ന് പരിചയിച്ചേക്കുക. സ്നേക് ഗോഡ് പടവലമാണ്. ബിറ്റർ ഗോഡ് അറിയാം, ബിറ്റർ കയ്പ് എന്നുള്ള വാക്ക് അറിയാം, തെറ്റൂല. പാവയ്ക്ക. ഐവി ഗോഡ് കോവയ്ക്കൊക്കെ പുതിയ വാക്കുകളായിരിക്കും ഭൂരിപക്ഷം കുട്ടികൾക്ക്, അതുകൊണ്ട് അതുകൂടിയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇപ്പൊ നമ്മുടെ ടോപ്പിക്കിന്റെ കൺക്ലൂഷനായിട്ട് ഇങ്ങനെ ആലോചിക്കാം. നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ചിത്രം ഒരു മത്തൻ വള്ളി ആലോചിക്കുക. അതെങ്ങനെയാണ് വളരുന്നത്? സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ, ഒരു ഇഴവള്ളി പോലെയാണ് പോകുന്നത്. കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. മീൻസ് താങ്ങിൽ പിടിച്ച് അത് മുകളിലേക്ക് വളരും. സ്പ്രെഡ്സ് ഓൺ ദ ഗ്രൗണ്ട്, നിലത്ത് പടരുന്നു. ഓർ ക്ലിങ്സ് ടു എ സപ്പോർട്ട് ആൻഡ് സ്പ്രെഡ് അപ്വേർഡ്സ്, അല്ലെങ്കിൽ മുകളിലേക്ക് വളരുന്നു. ഹാവ് ലോങ് ആൻഡ് ഡെലിക്കേറ്റ് സ്റ്റെം, നീണ്ട ഡെലിക്കേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെം ആണുള്ളത്. ഡീപ് റൂട്ട് ഇല്ല, നോ ഡീപ് റൂട്ട്. സ്പ്രിംഗ് ലൈക്ക് ടെൻഡ്രിൽസ്, ഈ വള്ളികളുടെ എല്ലാ അറ്റത്തൊരു സ്പ്രിങ് പോലെ ഇങ്ങനെ അതേ ചുറ്റിയാണ്. ആ സ്പ്രിങ് പോലത്തെ ടെൻഡ്രിൽ വെച്ചാണ് ഓരോന്ന് പിടിച്ച് കയറി പോകുന്നത്. അപ്പോൾ ടെൻഡ്രിൽ പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരിക്കും. ദാറ്റ് വിൽ ഹെൽപ്പ് ദ ക്രീപ്പേഴ്സ് ടു ക്ലൈംബ് ആൻഡ് കോയിൽ ചുറ്റുക. കോയിൽ അറൌണ്ട് സപ്പോർട്ടിന് ചുറ്റും പറ്റിപ്പിടിച്ച് വളരാൻ ചെടി സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ടെൻഡ്രിലുകൾ ആണ്. അപ്പോ ക്രീപ്പേഴ്സിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ മോഡൽ പഠിച്ചു, വൊക്കാബുലറി പഠിച്ചു. ഇതെല്ലാം വൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വൈൻ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ടോപ്പിക്ക് നല്ല രീതിയിൽ നോട്ടായിട്ട് എഴുതിയെടുക്കുക, അവ ഒന്ന് പഠിക്കുക. നാളെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഈ നോട്ടുകളും ഈ ക്ലാസ്സുകൾ അനുബന്ധമായിട്ടുള്ള വിശദ വിവരങ്ങളും അതിനോടൊപ്പം നമ്മുടെ വർക്ക്ഷീറ്റുകളും വാങ്ങാൻ താല്പര്യമുള്ളവർക്കോ ഇൻസ്റ്റാഗ്രാമിൽ USS 2025